ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് റവയും പാലൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ റവ വെച്ചിട്ട് നമ്മൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ തയ്യാറാക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇത്. അതായത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഒരുപാട് ചേരുവകളും വേണ്ട, 2-3 ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പെട്ടെന്നൊരു പലഹാരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റവയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ. എല്ലാവർക്കും ഉപകാരപ്പെട്ടൊരു വീഡിയോയും കൂടാണ്. അതുപോലെ തന്നെ ഒട്ടും പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഏകദേശം 1.25 കപ്പ് റവ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ റവ കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 1.25 കപ്പോളം റവ ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റവ എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവ ആണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ വലിയ തരികളോട് കൂടിയുള്ളതൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഇവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പഞ്ചസാരയും റവയും നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട, 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. അതായത് ഇത് കുക്കായി വരുന്ന സമയത്ത് ആ ഒരു ബേക്കിംഗ് സോഡയുടെ ആ ഒരു സ്മെല്ലായിരിക്കും. ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. റവ എടുത്തിട്ടുള്ള അതേ കപ്പിന് 2 കപ്പ് പാല് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 250 ml കപ്പിന് 1.25 കപ്പോളം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തിളപ്പിച്ച പാലൊന്നുമല്ല, സാധാ പാക്കറ്റ് പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ലൂസായിട്ടുള്ള ഒരു ബാറ്ററായിട്ടൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ അത് കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരും കേട്ടോ. റവ ഒന്ന് കുതിർന്ന് വരും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. അതായത് ഈ ഒരു പാലും ഓയിലും പാടെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ 1-2 മിനിറ്റോളം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രമേ അത് നല്ലപോലെ യോജിച്ച് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് പാൽ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നേ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു റവയിൽ നല്ലപോലെ മിക്സ് ആക്കിയതിൻ്റെ ശേഷം പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ ഒരു പാലും ഓയിലും പാടെ ഒന്ന് നല്ലപോലെ യോജിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഒന്നും കൂടെ മിക്സായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ചെയ്താൽ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഏകദേശം 2 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നല്ലപോലെ ഒന്ന് യോജിച്ച് വന്നത്. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 3-4 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ആ ഒരു റവ ഒന്ന് കുതിർന്ന് കിട്ടാനാണ്. ഇപ്പോൾ ഇതാ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. റവയൊക്കെ ഇപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. റവ ഇപ്പോൾ കുതിർന്ന് വന്നപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഒരു ബാറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ആദ്യം ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആയിരുന്നു. ഇപ്പോൾ റവയൊക്കെ കുതിർന്ന് വന്നപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് പരുവം ആയിട്ടുണ്ട്.
ഇനി നമുക്ക് പലഹാരം റെഡിയാക്കി എടുക്കാം. ഇതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളിതിൽ മുട്ടയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഏലക്കപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കണ്ട. പാല് ചേർത്ത് കൊടുത്ത് തയ്യാറാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലൊരു പാത്രത്തിലാണ്. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ വശത്തും ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെയ്യിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നെയ്യില്ലെങ്കിൽ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് വിട്ടുകിട്ടുകയൊക്കെ ചെയ്യും. എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പാത്രത്തിൽ ഒഴിച്ച് സെറ്റാക്കിയതിൻ്റെ ശേഷം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എത്രത്തോളമാണ് ഇത് വേവാൻ സമയം അത്രയും സമയം ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. റവയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കടലാസ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അടിവശം മുകൾ വശം ഒരേ രീതിയിൽ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് സമയം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ എത്ര സമയമാണ് കുക്കാകാൻ വേണ്ടി അത്രയും സമയം വെക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനൊരു 6 മിനിറ്റോളം വെച്ചപ്പോഴേക്കും ഏകദേശം അടിവശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാനിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ആയി കിട്ടും. അപ്പോൾ അടിവശം ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു പാത്രത്തിലാവുമ്പോൾ ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ കളർ മാറി വന്നിട്ടുണ്ടാവും. അപ്പോൾ വേണ്ടത് തിരിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ ഉൾവശമൊക്കെ ഏകദേശം കുക്കായതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മുകൾ വശം മാത്രം ഒന്ന് കുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റ് സമയം വെച്ച് കൊടുക്കുക. പാല് വെച്ചിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെയാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന്. ഇപ്പോൾ ഏകദേശം ഞാൻ 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പലഹാരം നല്ല തണുത്തതിൻ്റെ ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ. നല്ല തണുത്തിട്ട് കഴിക്കാനാണ് ഇത് പ്രത്യേക ടേസ്റ്റ്. ഇതിപ്പോൾ ഞാനിവിടെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്രഷ് ചെയ്തിട്ട് നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും, കഴിക്കാനും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു പലഹാരം ഒരുപാട് മധുരമൊന്നുമില്ല, ഒരു മിതമായ മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് 1.25 കപ്പ് റവക്ക് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 കപ്പാണ്. അപ്പോൾ ഒരു 3/4 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പക്ഷേ ചായയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ ഒരു പാകത്തിനുള്ള ഒരു മധുരമാണ് കേട്ടോ നല്ലത്. ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ അതപ്പോൾ ചായയുടെ കൂടെയൊന്നും കഴിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ റവയും പാലൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട് പലഹാരങ്ങളൊക്കെ നമ്മൾ റവ വെച്ചിട്ട് ചെയ്തെടുക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.